ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മേക്കർ നമ്മുടെ റോസാണ്, അമ്മയാണ്. ആന്റിയും കൂടി ഹാപ്പി ആണ്. ഇന്ന് ഹാപ്പി ഓണം ഇല്ലേ? സെറ്റാക്കാം. അയ്യോ ഓക്കെ ടാറ്റ ബൈ ബൈ. ശരി. തേക്കുകയാണ്. അവിടെ അമ്മ ഉണ്ടാക്കുകയാണ്. തലേദിവസം മണിയുടെ അവിടെ നിന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 2:30 മണി കഴിഞ്ഞു. അത് കഴിഞ്ഞ് കിടന്ന് വർത്താനൊക്കെ പറഞ്ഞ് കിടന്നപ്പോൾ 3 മണി കഴിഞ്ഞു. അങ്ങനെ ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. പണിയൊന്നും വേറെ ഉണ്ടായിരുന്നില്ല, ഉച്ചയ്ക്കുള്ള ഏൽപ്പിച്ചൊക്കെ നോക്കി. അപ്പോൾ അത് സാധനങ്ങളൊക്കെ വന്നു. മഞ്ഞ ജിലേബി ഒക്കെ ഉണ്ടായിരുന്നു ഈ സദ്യയുടെ കൂട്ടത്തിൽ. നല്ല സദ്യയായിരുന്നു. കൂട്ടുകറി, അവിയല്, ഇഞ്ചിമ്പുളി, കാളൻ, ഓലൻ, ഗോതമ്പ് പായസം, ക്യാബേജ്, സാമ്പാർ, പരിപ്പ് പായസം, ഇത് മോര്, അച്ചാറ്, പാലട പായസം, 3 തരം പായസം സെറ്റ്. അന്നുള്ള സമയത്ത് നമ്മളെല്ലാവരും കൂടി ഓണം ആഘോഷിച്ചത് കൊണ്ട് ഓണത്തിൻ്റെ ഒരു ഫീല് തിരുവോണത്തിനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സദ്യ നമ്മൾ ഏൽപ്പിച്ചെങ്കിലും അത് അന്ന് ഒരു സദ്യ അല്ല, ഈ പ്രാവശ്യം കുറേ സദ്യ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചുകൊണ്ട് ആ ഒരു ഫീലില്ല. വെറുതെ നമ്മൾ സദ്യ കഴിക്കണ പോലെ. പിന്നെ നമുക്ക് ഈവനിങ്ങിൽ ഫംഗ്ഷനും കൂടിയാണല്ലോ. അന്നാണല്ലോ നമ്മുടെ മെയിൻ മണിയുടെയും ഡിവൈൻ്റെയും കുട്ടികളുടെയും എല്ലാവരുടെയും ഫംഗ്ഷൻ ആയിരുന്നുകൊണ്ട് തന്നെ വേഗം ഫുഡ് കഴിച്ച് ഞങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്തു. പിന്നെ ഞങ്ങൾ എല്ലാവരും പാടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഡാഡിയുടെ കൂടെ, അമൽചാൻ്റെ കൂടെ, മോൻ്റെ കൂടെ 3 പേരുടെ കൂടെ പാടാൻ പറ്റി. പിന്നെ ഞാനും മണിയും ഓച്ചും കൂടി ഒരു പാട്ട് പാടി. അപ്പോൾ പ്രാക്ടീസ് സെഷനാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഡ്രസ് മാറി കഴിഞ്ഞല്ലേ? ഓ ഇത് കുഡ്ബില്ലേ നല്ല മേടിച്ചല്ലേ മാല? വലിയ കുഴപ്പമില്ല. കുഴപ്പമില്ല. ഓക്കെ ബൈ ബൈ. ഇവിടെ എല്ലാവരും സെറ്റായിട്ടിരിക്കുകയാണ്. ഇത് എൻ്റെ ഡ്രസ്സ് പണ്ടിട്ടുള്ള വലിയ കുഴപ്പമില്ലാത്ത ഡ്രസ്സ്. ഹുഡി ബാക്കിൽ ഇങ്ങനെയുള്ള സാധനം സാധാരണയായിട്ട് ഫുഡ് ഇട്ടിട്ട് പോകാന്ന് വിചാരിച്ചു. ഇവിടെ തൊട്ടാ എൻ്റെ അപ്പ അക്കി സെറ്റ് സെറ്റ് സെറ്റ്. അക്കി എത്ര കൊട്ടി ഫെയറല്ലേക്ക്? അമ്മയും അക്കിയും ഒരേ ഇതില് ഫെയർ ലവ്ലി ഇട്ടിട്ടുള്ള ആൾക്കാരാ. 2-3 കോട്ട് അല്ലേ? അയ്യോ കുറഞ്ഞു പോയില്ല റോസ്. ഓക്കെ ബാ. അങ്ങനെ ഞങ്ങൾ റീജൻസി ക്ലബ്ബിൽ അവിടെ ആയിരുന്നു കേട്ടോ പ്രോഗ്രാം. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. ലിഫ്റ്റ് ഉണ്ടായിരുന്നുകൊണ്ടാക്കി ഷൂ ഇട്ടില്ല, വീൽ ചെയർ. പിന്നെ വെറുതെ ഷൂ ഇടേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് കാരണം വീൽ ചെയർ തന്നെയായിരുന്നു. ഞങ്ങളവിടെ എത്തുമ്പോൾ അധികം പേരുണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ ഫോട്ടോഷൂട്ട് നടത്താം സമാധാനത്തിൽ. കാരണം കുറച്ച് എല്ലാം കഴിഞ്ഞ് പരിപാടി കഴിയുമ്പോഴേക്കും എല്ലാവരുടെയും മേക്കപ്പും കാര്യങ്ങളൊക്കെ പോകുമല്ലോ. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക സമാധാനമായിട്ട്. ഞങ്ങൾ ചെന്ന വഴിക്ക് ജ്യൂസും സ്റ്റാർട്ടേഴ്സ് കഴിച്ചു കേട്ടോ. നഗറ്റ്സും പോപ്കോണും ഉണ്ടായിരുന്നു. ഞങ്ങളതൊക്കെ കഴിച്ചിട്ട് ഹാളിലേക്ക് പോയി. പിന്നെ ഇന്ന് മൊത്തം ഫംഗ്ഷനിൽ പാട്ടുകൾ കുറേ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കുറച്ച് കാണിക്കാം. കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് ഫുള്ള് കാണിക്കാൻ പറ്റില്ല. ഫുൾ സോങ്സ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ റോസ് അമൽ ആലപ്പാട്ട് എന്ന് പറഞ്ഞ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് കണ്ടു നോക്കാം. അതിൽ പാട്ടുകൾ പാടിയതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റാർട്ടേഴ്സ് കഴിച്ചിട്ട് നമ്മൾ ഉള്ളിൽ കയറി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങി ഫംഗ്ഷൻ തുടങ്ങാൻ കുറച്ച് ലേറ്റായിപ്പോയി. അത് കാരണം തന്നെ ഒരു 7 മണിക്ക് തുടങ്ങേണ്ടത് ഒരു 8 മണി കഴിഞ്ഞു ഓൾറെഡി തുടങ്ങുമ്പോൾ. അപ്പോഴേക്കും നിറയെ ഡോൺ പറഞ്ഞു ഒരു 50 പേര് വെച്ച് തുടങ്ങിയ ഫംഗ്ഷനാണ്. പക്ഷേ അവന് കുട്ടികളുടെ ഫംഗ്ഷൻ ആയതുകൊണ്ട് കുറേ പേരെ വിളിച്ച് 125 പേരോളം വന്നു. എല്ലാവരും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു, ഒരു വരെ വന്നു എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. ലാസ്റ്റ് DJ ഉണ്ടായിരുന്നു, അടിച്ചു പൊളിച്ചു. DJ തകർത്തു. അതിൻ്റെ കുറച്ച് ഞാൻ കാണിക്കണ്ടേ. ഫുൾ കാണിക്കുമ്പോൾ കോപ്പിറൈറ്റ് കിട്ടും. നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാവരും ഡിവൈൻ്റെയും മണിയുടെയും ഓച്ചുവിൻ്റെയും ഒക്കെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ഞാൻ എടുത്തൊരു വെർഷനാണ് നിങ്ങൾ കാണാൻ പോണേ കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം.
ഇപ്പോൾ ഇതേ കുറച്ച് ഞങ്ങൾ ചെല്ലുമ്പോൾ ഡിവൈൻ്റെ കുറച്ച് ഡിവൈൻ്റെ ഭാഗത്തു നിന്ന് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാക്കോച്ചിൻ്റെയും തൊമ്മൂൻ്റെയും ബാപ്റ്റിസം ഡ്രസ്സ് നല്ല രസമല്ലേ കാണാനായിട്ട്. നേരിട്ട് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ കോമ്പയർ ചെയ്യാൻ വന്നത് ചെമ്പൻ സ്റ്റെഫാന വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും അറിയാം, നമ്മൾ കുറേ മീഡിയാസിലും അവനൊക്കെ ഇവരുടെ എല്ലാ പരിപാടിക്കും ചെമ്പന വരാറ്. അത് നന്നായിട്ട് കോമ്പയർ ചെയ്യും. ഞാൻ മുടിയുടെ ഭയങ്കര കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര വാശിയായിരുന്നു. അവന് തന്നെ നൈഫ് വേണമെന്ന് പറഞ്ഞിട്ട് ചാക്കോച്ചൻ ഭയങ്കര, അവൻ കുറച്ചുകൂടി വലുതായ ഇവരെയൊക്കെ വെട്ടിക്കും കുറുമ്പിന്റെ കാര്യത്തിൽ. ഡിവൈൻ നല്ല സുന്ദരി ഉണ്ടായിരുന്നു കേട്ടോ മേക്കപ്പ് ചെയ്തിട്ട്. ഡിവൈൻ ഉണ്ടോണം നല്ല ഭംഗിയാണ്. ഹാപ്പി ഓണം. ആദ്യം തന്നെ ഇവിടെ വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഹാപ്പി ഓണം. 4 വർഷത്തിന് തൊട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ വളരെ സപ്പോർട്ടീവാണ്. അല്ല എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ ഈ ഒരു മാസം ഞാൻ ചെറിയൊരു പരിപാടി തുടങ്ങിയതാണ്. ഒരു 50 ആൾക്കാർ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അതൊരു 120-120 ആൾക്കാരുണ്ടായി. ഒരുമിച്ച് എല്ലാവരും വന്നു. എല്ലാവർക്കും വളരെ താങ്ക്സ്. ഞാൻ ഇവരെ കൂടെയുള്ള ആളായതുകൊണ്ട് എനിക്ക് അങ്ങനെ താങ്ക്സിന്റെ ആവശ്യമൊന്നുമില്ല. അത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ആളല്ല. അപ്പോൾ താങ്ക് യു സോ മച്ച് ഡോൺ. ഞാൻ അതില് പറയുന്ന പോലെ ഞാൻ പറയുന്നു. അല്ലാണ്ടൊരു എന്താ പറയാ, എനിക്കങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നും അറിയില്ല. ഉള്ള പോലെ ഞാൻ അങ്ങനെ പറയാം. അവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കില്ല. ഗിഫ്റ്റ് കിട്ടിയ ഓരോ റിമോട്ടിൻ്റെ കാറൊക്കെ എടുത്തിട്ട് തൊമ്മു കളിക്കണുണ്ട. കുട്ടികൾക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഓരോ ഗിഫ്റ്റുകൾ കിട്ടണതും അപ്പം തന്നെ പൊളിക്കുക. ഭയങ്കര എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. ഇത്രയധികം ടോയ്സ് അവരെ ഒന്നിച്ച് കാണിക്കാറില്ല വീട്ടിലെ. അപ്പോൾ ഇത് കണ്ടപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എല്ലാവർക്കും വളരെ ഞങ്ങളുടെ 3 പേരക്കുട്ടികളെയും പാടി ഓർക്കണ പാട്ടാണിത്. പക്ഷെ പാടുമ്പോൾ ഒക്കെ ഓർക്കണത് ഞങ്ങളുടെ കെസ്റ്ററിനെയാന്ന് മാത്രം. ഞങ്ങളുടെ സ്വന്തമായിട്ടൊരു മാലാഖ. അത് ഭയങ്കര വലിയൊരു ഹാർട്ട് ടച്ചിങ് കാര്യമാണ്. നിങ്ങൾ ഇവിടുത്തെ അംഗം കണ്ട ഗിഫ്റ്റുകൾ ഒതുക്കി വെച്ചത് അവൻ കണ്ടുപിടിച്ച് ഓരോന്ന് വന്ന് എടുത്ത് ഇപ്പത്തെ നോക്കിക്കോളൂ കേട്ടോ. ആരും കാണാണ്ട് വന്ന് എടുക്കാം, ഓടാ, ചെന്ന് അൺബോക്സ് ചെയ്യുക. ഇപ്പം കാണാം. അപ്പോൾ അവർ പിടിച്ച് വലിക്കാൻ വാങ്ങി വെക്കാൻ നോക്കുന്നുണ്ട്, സമ്മതിക്കുന്നില്ല അവൻ. നോക്കിക്കോട്ടെ, ഡിവൈൻ്റെ അൺബോക്സിംഗ് ഒക്കെ ഇപ്പം തന്നെ ഇവിടെ കഴിഞ്ഞു ഓൾറെഡി. അങ്ങനെ നമ്മൾ DJ തുടങ്ങി. DJ തകർത്തു വിട്ടത് കാണും നിങ്ങൾ.
this is going to be the final track. So let me see everybody's hands up in the air. Come on, everyone. Put your hands up. Put your hands up. Put your hands up. Put your hands up. Rush 'em on, rush 'em on. ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചേട്ടാ. അമൽ ചേട്ടനും ഡാഡിയും പാപ്പനും അക്കിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, ബാക്കി ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വിശദമായിട്ട് ആസ്വദിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. പറയാണ്ടിരിക്കാൻ പറ്റില്ല, അടിപൊളി ഫുഡായിരുന്നു. സൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഫുഡ്. എപ്പോഴും ഇവരുടെ പ്രോഗ്രാമിന് ഈ ഫംഗ്ഷൻസിന് ഈ കാറ്ററിങ്ങിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എപ്പോഴും ഇവർ പണ്ട് ഇവൻ്റ് നടത്തിയിരുന്നപ്പോൾ ഈ കാറ്ററിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ നല്ല ഫുഡാണ്. ഇവരുടെ എനിക്ക് ഏറ്റവും ഇഷ്ടം നോണൊക്കെ നല്ലതായിരുന്നു. ഒരു ഗോവയ്ക്കറി ഉണ്ട് കപ്പലൻ്റെ ഒക്കെ ഇട്ടിട്ട്, നല്ല രസമത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അത്. പിള്ളേർ കണ്ട പാച്ചും തൊമ്മും അവർക്ക് ഭയങ്കര ഫ്രീഡായിരുന്നു അന്നത്തെ. ആരും അവരെ കൺട്രോൾ ചെയ്യാനൊന്നുമില്ലല്ലോ. അങ്ങനെ എല്ലാ പരിപാടിയും ഭംഗിയായി കഴിഞ്ഞു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ, ഇന്നത്തെ ഒരു ദിവസം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. ടിൽ ദെൻ ബൈ.